നമ്മുടെ കൂടെ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കാസർഗോഡ് MP-യും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിലവിൽ കാസർഗോഡ് വികസന കാര്യത്തിൽ പിന്നോക്കമാണല്ലോ. ആ കാര്യത്തിൻ്റെ ഗൗരവം തീർത്തും നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കാസർഗോഡ് ജില്ലയിൽ. പണ്ട് മുതലേ പറയപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു സബ്ജക്റ്റാണ് കാസർഗോഡ് പിന്നോക്കം. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ശരിക്കും കേരള ഗവൺമെൻറ്റിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ പേരാണ് പ്രഭാകരൻ കമ്മീഷൻ. ഒരു ഏകാംഗ കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ വളരെ ഗൗരവമുള്ളതാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ കാസർഗോഡ് ജില്ല ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെന്നാണ് പ്രഭാകരൻ കമ്മീഷൻ കണ്ടെത്തിയത്. ആ പിന്നോക്കാവസ്ഥ മാറണമെങ്കിൽ 11,128.66 കോടി രൂപ ചെലവാക്കണം. ആരൊക്കെയാണ്? കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഏജൻസി, സംസ്ഥാന ഏജൻസി, അതുകൂടാതെ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് 11,166.67 കോടി രൂപ ചെലവാക്കണം. അതിൽ പ്രഭാകരൻ കമ്മീഷൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ. അത് മാറണമെങ്കിൽ 2,688.66 കോടി രൂപ അവിടെ മാത്രം ചെലവാക്കണം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കമാണ്. നമുക്കിവിടെ എല്ലാ സ്ഥലത്തും പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. കുറേ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉയർത്തി. താലൂക്ക് ആശുപത്രിയുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്. പേരിന് വേണമെങ്കിൽ ഉക്കിനെടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഉമ്മൻചാണ്ടി ആരംഭിച്ചതാ, 13 ആരംഭിച്ചതാ. ഇപ്പോൾ 24 ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ കിടക്കുക. OP മാത്രമേ ഉള്ളൂ അവിടെ. ഇവിടെ എല്ലാ ആശുപത്രികളും കാസർഗോട്ട് റെഫറൽ ആശുപത്രിയാണ്. ഏത് രോഗമായി ഏത് ആശുപത്രി ചെന്നാലും പറയുന്നത് ഇവിടെ ചികിത്സിക്കാൻ സംവിധാനമില്ല, നിങ്ങൾക്ക് എവിടെയാണോ റെഫർ ചെയ്യേണ്ടത് അങ്ങോട്ട് വിടാം. അത് കണ്ണൂർ വേണോ, കോഴിക്കോട്ട് വേണോ, പരിയാരം വേണോ, മംഗലാപുരം വേണോ. പാവപ്പെട്ട കാസർഗോട്ടെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായത് മംഗലാപുരം ആയതുകൊണ്ടാണ് അവർ മംഗലാപുരം പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാസർഗോട്ടെ മുഴുവൻ ആശുപത്രികളും റെഫറൽ ആശുപത്രിയാണ്. ഒരു അപകടമുണ്ടായാൽ ഒരു ട്രോമ കെയർ സെൻ്റർ ഇല്ല. താലൂക്ക് ആശുപത്രിയിൽ സർജറി ഉണ്ട്, പക്ഷേ സർജറിക്ക് അനസ്തേഷ്യ ഇല്ല, അതുകൊണ്ട് സർജറി നടക്കുന്നില്ല. അതാണ് ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥ. ഈ പിന്നോക്കാവസ്ഥ മാറണം. മാറണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഒരു MP-ക്ക് കാസർഗോഡ് എന്തൊക്കെ മാറ്റങ്ങൾ, ഒരു MP എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഇലക്ഷനിൽ വിജയിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ കാസർഗോഡ് കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ നിലവിൽ ഒരു എന്താ പറയണ്ട, ഒരു ജനങ്ങളുടെ ഇടയിലും അതുപോലെ പല രീതിയിലും ഉയർന്നു വരുന്ന ഒരു വിവാദമുണ്ട്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ IMAS ലൈറ്റ് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, വേറെ ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. ഒരു ഫോട്ടോ വെച്ചിട്ട് കുറേ സ്ഥലങ്ങളിൽ IMAS ലൈറ്റിൽ ഫോട്ടോ വെച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ നിലവിൽ ആ ഒരു വികസനം മാത്രമാണ്, അതിൽ മാത്രമാണ് ഫോട്ടോ കാണുന്നുള്ള ഒരു വിമർശനമുണ്ട്. കഴിഞ്ഞ 35 വർഷക്കാലം കാസർഗോട്ട് ഇടതുപക്ഷത്തിൻ്റെ MP-മാരെയാണ് ജനങ്ങൾ നിരന്തരമായി ജയിപ്പിച്ചിരുന്നത്. നോമിനേഷൻ കൊടുക്കുക, തിരഞ്ഞെടുപ്പ് നടക്കുക, ജയിക്കുക, പോവുക, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഇവരെയൊക്കെ കാണണമെങ്കിൽ, കഴിഞ്ഞ ഈ ഇടതുപക്ഷത്തിൻ്റെ MP-മാരെ കാണണമെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്ത് വേണം, ലോക്കൽ കമ്മിറ്റി കത്ത് വേണം, ഏരിയ കമ്മിറ്റി കത്ത് വേണം, ജില്ലാ കമ്മിറ്റി കത്ത് വേണം. കത്ത് കൊണ്ട് ചെന്നാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളും MP-മാരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു MP-യുടെ പ്രിവിലേജ് എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷമാണ് ഒരു MP-ക്ക് എന്തെല്ലാം പ്രിവിലേജുകളുണ്ടെന്ന് ജനങ്ങളെ ഞാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് MP-മാർക്ക് ഈ പറയുന്ന പോലെ വികസന കാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു MP-ക്ക് ഒരു വർഷം 5 കോടി രൂപയാണ് വികസന ഫണ്ട്. 5 കോടി രൂപ. അത് കോവിഡ് വന്നപ്പോൾ എല്ലാ MP-മാരുടെയും 8 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചു. അപ്പം 5 കൊല്ലം 5 കോടി വെച്ച് 25 കോടി, അതിൽ 8 കോടി വെട്ടിക്കുറച്ചു, ബാക്കി 17 കോടി. അപ്പോൾ 17 കോടി രൂപയാണ് ഒരു MP-ക്ക് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. 20 MP-മാർക്കും എനിക്കൊരു 2.5 കോടിയും കൂടെ അധികം കിട്ടി. അത് കിട്ടാൻ കാരണം എൻ്റെ മുൻഗാമിയായ MP ശ്രീ P കരുണാകരൻ ചെലവാക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി ഞാൻ കണ്ടുപിടിച്ച് കേന്ദ്രത്തിന് എഴുതി. കേന്ദ്രം കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, കളക്ടർ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് മാത്രം കാസർഗോഡ് MP-ക്ക് മാത്രം 19.5 കോടി രൂപ കിട്ടി. ബാക്കി എല്ലാ MP-മാർക്കും
മുഴുവൻ ചെലവാക്കി. അതിൻ്റെ ഒരു ചാനലിൽ കാണുകയുണ്ടായി ചാനലുകൾ ഇങ്ങനെ അല്ലല്ല, ഒരു പൈസ ബാക്കിയില്ല. എൻ്റെ അക്കൗണ്ടിൽ നില്ലാണ്, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. അതിൻ്റെ 19.5 കോടിയും ചെലവാക്കിയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നില്ലാണ്. അത് ഞാൻ നിങ്ങളെ എടുത്ത് അതിൻ്റെ MP-ലാഡ് ചെലവാക്കിയതിൻ്റെ റിക്കാർഡിക്കൽ എല്ലാം റിക്കാർഡിക്കലാണ്, എല്ലാം റിക്കാർഡിക്കൽ, വാഗൊണ്ട് പറയുന്നതല്ല. ഈ 19.5 കോടി രൂപയും ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ശരിയാണ്. ഞാൻ 267 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൈമാസ് മിനിമാസ് ലൈറ്റ് കൊടുത്തു. ഇവരത് മാത്രമേ കാണുന്നുള്ളൂ. 16 സ്കൂൾ ബസ് ഞാൻ കൊടുത്തു. എന്താ ഇവരാരും അത് പറയാത്ത എന്താണ്? പരിയാരം മെഡിക്കൽ കോളേജിന് 60 ലക്ഷം രൂപയ്ക്ക് 5 വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു. അത് ഇവർക്കറിയത്തില്ല. പിന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഡോക്ടർമാർക്ക് PPE കിറ്റില്ല, നഴ്സുമാർക്കില്ല, ആരോഗ്യ പ്രവർത്തകർക്കില്ല. അപ്പോൾ അവർക്ക് PPE കിറ്റ്, അതുപോലെ തന്നെ N95 മാസ്ക്, സാനിറ്റൈസർ, ഓക്സിമീറ്റർ ഇത് വാങ്ങാൻ 60 ലക്ഷം രൂപ കൊടുത്തു. അതിവർ പറയുന്നില്ല. അതുകൂടാതെ മനുഷ്യൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയുന്ന കണ്ടുപിടിക്കുന്ന ഒരു മെഷീനുണ്ട്, മൾട്ടി പാരാ മോണിറ്റർ. ഒന്നിന് 1 ലക്ഷം രൂപ. അത് 10 എണ്ണം 10 ലക്ഷം രൂപയ്ക്ക് വെച്ച് 10 പേർക്ക് കൊടുത്തു. അത് വരും മിണ്ടുന്നില്ല. മനസ്സിലായില്ലയോ? പിന്നെ അതുകൂടാതെ പട്ടികജാതിക്കാർക്ക് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കാൻ 1 കോടിക്കകത്ത് കാശ് കൊടുത്തു. അത് 25 ലക്ഷം രൂപ എൻമകജെ കൊടുത്തു. അത് ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബളാല് കൊടുത്തു 18 ലക്ഷം. അത് ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെസ്ലേരിക്ക് കൊടുത്തു 18 ലക്ഷം. അത് ഉദ്ഘാടനം കഴിഞ്ഞു. 40 ലക്ഷം രൂപ പഠന പഞ്ചായത്തിന് കൊടുത്തു കമ്മ്യൂണിറ്റി ഹാളിന്. അത് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഉദ്ഘാടനം ചെയ്യാൻ ഒരേ ഒരെണ്ണം ബാക്കിയുള്ളത് പുല്ലൂർ പെരിയലാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 1 കോടി രൂപയോളം കമ്മ്യൂണിറ്റി സെന്റിന് കൊടുത്തു. പിന്നെ കാസർഗോഡ് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പട്ടികവർഗ്ഗക്കാർക്ക് 55 ലക്ഷം രൂപയ്ക്ക് ഒരു ടസ്കോട്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പട്ടികവർഗത്തിൻ്റെ കുടുംബങ്ങൾക്ക് ചെലവാക്കാൻ നമ്മൾ കൊടുത്തു. മനസ്സിലായില്ലയോ? പിന്നെ അത് പറയട്ടെ, നിങ്ങൾ ഈ 19.5 കോടി പറയട്ടെ, തോക്കിനകത്ത് കയറി വെടിവെക്കാതെ. 19.5 കോടിയിൽ ഇനി ബാക്കിയുണ്ടല്ലോ. അതിൽ ഏതാണ്ട് 65 ലക്ഷം രൂപ ഫിസിക്കലി ഡിസേബിൾഡ്, അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാർക്ക്. ഒരു മുച്ചക്ര വാഹനം 1.5 ലക്ഷം, ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ 1.5 ലക്ഷം. അങ്ങനെ ഏതാണ്ട് 65 ലക്ഷം രൂപയ്ക്ക് മുച്ചക്ര വാഹനവും ഇലക്ട്രോണിക് വീൽ ചെയറും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറേ പേരുടെ കാല് മുറിച്ച് കളഞ്ഞു. കാലിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ലിംബ് 2.5 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം, അതുപോലെ പിന്നെ 75,000 രൂപ. കുറേയധികം ആളുകൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തു. മനസ്സിലായില്ലയോ? പിന്നെ ശ്മശാനം നവീകരിക്കാൻ വേണ്ടി 45 ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് പയ്യന്നൂർ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ശുദ്ധജല വിതരണത്തിന് 45-50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ സുനാമി കോളനിക്ക് 15 ലക്ഷം ഞാൻ അനുവദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ 19.5 കോടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ 19.5 കോടിയും ചിലവാക്കിയിട്ടുണ്ട്. ആ ചിലവാക്കിയതിൻ്റെ മുഴുവൻ കണക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ആൻഡ് ഈ ഹൈമാസ് ലൈറ്റിൽ എൻ്റെ പടം വെച്ചുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ബാക്കി ഒന്നിലും സ്കൂൾ ബസ്സിലും എൻ്റെ പടമുണ്ട്. ബാക്കി ഒരിടത്തും പടമില്ലല്ലോ. സുനാമി കോളനിക്ക് കൊടുത്തതും പട്ടികജാതി കോളനിയിലൊന്നും എൻ്റെ പടമില്ല. അത് അല്ല പറയട്ടെ, 19.5 കോടി രൂപയും ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു MP എന്ന നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 കിലോമീറ്ററിന് 1 കോടി രൂപ വെച്ച് ഏതാണ്ട് 115 കോടി രൂപ പ്രധാനമന്ത്രി സഡക് യോജന, ഗ്രാമീണ സഡക് യോജന. 8 മീറ്റർ വീതിയുള്ള റോഡ് 1 കിലോമീറ്ററിന് ഒരു ഇത് വെച്ച് 115 കിലോമീറ്റർ, അതിന് 115 കോടി. ഒരു പാലം അതിന് 20 കോടി. അത് തന്നെ എത്ര കോടിയായി? കിനാലൂർ കരിന്തളത്ത് ആയുഷിൻ്റെ യൂണിറ്റിന് 90 കോടി ഞാൻ കൊണ്ടുവന്നു. പിന്നെ 7 ROB റെയിൽവേ ഗേറ്റുകൾ മാറ്റി ROB റെയിൽവേ ഓർബിറ്റ്, 2 എണ്ണം കണ്ണപുരം, 1 എണ്ണം ഏഴിമല, 2 എണ്ണം തൃക്കരിപ്പൂർ, 1 എണ്ണം കോട്ടിക്കുളം, മറ്റൊരെണ്ണം നമ്മുടെ ഉപ്പള ഗേറ്റ്. 7 ROB എല്ലാം 45-35 വെച്ച് എത്ര കോടിയായി? ഏതാണ്ട് 280 കോടിയായി. പിന്നെ 2 സ്റ്റേഷനുകൾ അമൃത് ഭാരതാക്കി. അതിന് ഒരെണ്ണത്തിന് 32.24, ഒരെണ്ണത്തിന് 25.12 കോടി. അപ്പോൾ പയ്യന്നൂരും അതുപോലെ തന്നെ കാസർഗോഡും സ്റ്റേഷൻ അമൃത് ഭാരത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. ഒരു 3 മാസം കഴിയുമ്പോൾ പണി തീരുമ്പോൾ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ അതിമനോഹരമായി പയ്യന്നൂർ സ്റ്റേഷൻ രാജ്മോഹൻ കൊണ്ടുവന്ന കാസർഗോഡ് 2 സ്റ്റേഷൻ. കേരളത്തിലാകെ 5 എണ്ണം കൊടുത്തേ. 1 എണ്ണം ഷൊർണൂർ, 2 തിരൂർ, 3 വടകര, 2 എണ്ണം എനിക്ക് 5 എണ്ണത്തിൽ പയ്യന്നൂർ. അതുപോലെ തന്നെ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ഒരുപാട് വികസനം ഞാൻ കൊണ്ടുവന്നു റെയിൽവേക്ക്. അതിലൊന്നാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ. 2 7 ROB,
അതുകൂടാതെ 2 വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ കൊണ്ടുവന്നു. ഒന്നിപ്പോൾ മംഗലാപുരം നീട്ടി, ഇനി ഒരു പുതിയ ട്രെയിൻ വരുന്നു, മംഗലാപുരം രാമേശ്വരം. ഒരുപാട് തീവണ്ടികൾക്ക് സ്റ്റോപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഒരുപാട് 35 വർഷമായി ഒരു സ്റ്റോപ്പിന് കിടന്ന് കേണപേക്ഷിച്ച് നടന്നില്ല. അതൊന്നും എനിക്കറിയത്തില്ലല്ലോ, മുൻ എം പിയുടെ കാലത്ത് എന്ത് കിടന്നുള്ള. നിങ്ങൾ മുൻ എം പി എടുത്ത് ചോദിക്കുക. 2019 ശേഷം വാങ്ങിച്ച സ്റ്റോപ്പൊക്കെ ഞാനാ കൊണ്ടുവന്നത്, നിങ്ങൾക്ക് തർക്കമില്ലല്ലോ അല്ലല്ലോ. അപ്പോൾ അത് നീലേശ്വരത്ത് പോയി ചോദിച്ചാൽ, അതുപോലെ തന്നെ പിന്നെ ചെറുവത്തൂർ, പയ്യന്നൂർ, ഏഴിമലയിൽ, അതുപോലെ തന്നെ പഴയങ്ങാടി, എല്ലാം ഇനി ഒരുപാട് സ്റ്റോപ്പുകൾ കൊണ്ടുവരാൻ കിടക്കുന്നു. അതെല്ലാം അണ്ടർ പ്രോസസ്സിംഗ് ആണ്. 30 ഏക്കർ സ്ഥലം കുമ്പളയിൽ കിടക്കുന്നു. അവിടെ ടെർമിനൽ സ്റ്റേഷൻ എൻ്റെ പ്രപ്പോസലാണ്, അത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത, അതും ഞാൻ എം പി ആണെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും. അതിനൊന്നും തർക്കമൊന്നും തീർച്ചയായിട്ടും അത് ഫീസിബിളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അത് നടപ്പിലാക്കും. ഞാൻ പറഞ്ഞത് ഈ 19.5 കോടി കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ 696 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നു. 19.5 കൂടാതെ 35 ടവറുകൾ കൊണ്ടുവന്നു. ഒരു ടവറിന് 1 കോടി രൂപ, അത് 35 കോടി. പിന്നെ G4 നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റാൻ 8 കോടി, അതിൻ്റെ കേബിളിന് 4 കോടി, 8 4 12, 35 12 എത്ര കോടിയായി? അപ്പോൾ ഓരോന്നിലും നമ്മൾ ചെയ്തു. പിന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് എം പി ഫണ്ടിൽ നിന്ന് സകല കോളേജുകൾക്കും സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ചോദിച്ചവർക്കെല്ലാം കൊടുത്തു. വായനശാലയ്ക്ക് വായനാശീലം വളർത്താൻ 5 ലക്ഷം കൊടുത്തു. ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഇന്ന് വരെ എം പി ആയിട്ട് എന്നെ കാണാൻ വരുന്ന ആരോടും ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയം പറയാറില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ മാർക്സിസ്റ്റുകാരുണ്ട്, BJP-ക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആരാണോ അവരുടെ രാഷ്ട്രീയം ഞാൻ ചോദിച്ചിട്ടില്ല, വരുന്ന കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് 19.5 കോടി കൂടാതെ 696 കോടി രൂപ. ഇപ്പം രമ്യ ഹരിദാസൊക്കെ ആയിരക്കണക്കിന് കോടി രൂപ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണത്. 20 കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് ഒരു എം പിയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ചെയർമാൻ എം പിയാണ്, സെക്രട്ടറി കളക്ടറാണ്. ദിശ ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികൾ ഞാൻ അനുവദിച്ചിട്ടുണ്ട് കാസർഗോഡ്. അത് പക്ഷേ എൻ്റെ ഈ 696 വന്നിട്ടില്ല. അതൊക്കെ കൂടെ ചേർത്താനായിട്ട് 4000 5000 കോടി എഴുതി വയ്ക്കാം. പക്ഷെ ഞാൻ അതൊന്നും 20 കേന്ദ്രാവിഷ്കൃത പദ്ധതി ഞാൻ തൊട്ടിട്ടില്ല. അതിൽ MG നരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. പിന്നെ ഇതുണ്ടല്ലോ നാഷണൽ ഹെൽത്ത് മിഷൻ, NHM, പിന്നെ ജലമിഷൻ, അങ്ങനെ എത്രയോ ഉണ്ടോ. ആ 20നും എം പി ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഫണ്ട് അനുവദിക്കുന്നത്. ഇതൊന്നും ഈ 696 കോടി വന്നിട്ടില്ല. മൂഢന്മാർ എന്തറിയുന്നു എന്നൊരു ചൊല്ലുണ്ട്. ഇതിവിടുത്തെ ഇത് ഞാൻ കൊടുത്ത വികസന പ്രവർത്തനങ്ങൾ അനുഭവിച്ച ആളുകൾക്കറിയാം. പിന്നെ പട്ടികജാതിക്കാരുടെ വീട്ടിലേക്ക് പോകാനുള്ള റോഡുകൾ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. റോഡിന് ആ രീതി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഈ 19.5 കോടി പറയണമെങ്കിൽ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം, നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി. പിന്നൊരു കാര്യം, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ചാനലിൽ പറയുകയുണ്ടായി, ഞാൻ RSSന്റെ വോട്ട് കിട്ടിയിട്ടാണ് വിജയിച്ചതെന്ന്. അതിനെ കുറിച്ച് എന്താ പറയാ? അത് പിണറായി വിജയൻ RSSന്റെ വോട്ട് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതെങ്കിൽ ഞാനും അങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകളെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ പല പ്രചരണങ്ങൾ നടത്തും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നത് വരെ ഞാൻ കോൺഗ്രസ് ആയിരിക്കും. എനിക്ക് MP ആയില്ലെങ്കിലും മന്ത്രിയായില്ലെങ്കിലും മരിക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എൻ്റെ ശരീരത്തിൽ വീഴണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എന്നെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അപഖ്യാതികൾ പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ എനിക്കൊരു പിതാവേ ഉള്ളൂ. പറഞ്ഞവർക്ക് അതുണ്ടോ എന്ന് പരിശോധിക്കണം. മനസ്സിലായോ? എനിക്കൊരു പിതാവേ ഉള്ളൂ. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, പിതൃശൂന്യം. പിണറായി വിജയൻ പണ്ട് പത്രക്കാരെ വിളിച്ച്, നമ്മുടെ വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നമ്മുടെ ഇയാളല്ലേ വിളിച്ചേ, അറിയാം, നമ്മുടെ പഴയ MLA, തൃപ്പൂണിത്തുറ MLA, അയാളാണ് പത്രക്കാരെ പിതൃശൂന്യം എന്ന് വിളിച്ചത്. അതുകൊണ്ട് ഇത് പിതൃശൂന്യന്മാർ അടിച്ചുവിടുന്ന ചില അടികളാണ്. അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ആരാന്നും എന്താന്നും കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയും വിലപ്പോവില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാസർഗോഡ് ഇപ്രാവശ്യം വിജയിക്കുമെന്ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അഥവാ വിജയിച്ചാൽ താങ്കൾ കാസർഗോഡ് ജനങ്ങൾക്ക് നൽകുന്ന വികസന കാര്യങ്ങൾ എന്തൊക്കെ?
കാസർഗോട്ട് ഞാൻ പറഞ്ഞല്ലോ എംപിമാരുടെ ഫണ്ടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. ഒരു എംപിക്ക് അല്ല, ഒരു എംപിക്ക് ഒരു വർഷം കിട്ടുന്ന ഫണ്ട് ഇത്രയാണ്. ഇതിനകത്ത് 75 ലക്ഷം പട്ടികജാതിക്കാർക്ക് കൊടുക്കണം. ഈ 5 കോടിയിൽ 37 പട്ടിക വർഗത്തിന് കൊടുക്കണം, 15 ലക്ഷം ഫിസിക്കലി ഡിസേബിളിന് കൊടുക്കണം. അപ്പോൾ 3 കോടി 75 ബാക്കി. അത് 7ആയി ഭാഗം വയ്ക്കണം. അപ്പോൾ എത്രയായി? ഒരു 50 ലക്ഷം രൂപ ഒരു എംപിക്ക് കഷ്ടിച്ചൊരു അസംബ്ലി കൊടുക്കാം. ഒരു എംപി ഒരു അസംബ്ലിയിൽ 50 ലക്ഷം കൊടുക്കുമ്പോൾ ഒരു MLA ഒരു അസംബ്ലിയിൽ 6 കോടി കൊടുക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? MLA മാർക്ക് കൊടുക്കുന്ന ഫണ്ട് വെച്ചാണെങ്കിൽ 7 MLA ചേരുന്ന ഒരു MP ഞങ്ങൾക്ക് 42 കോടി കിട്ടണം. ഇത് ഉള്ളി 5 കോടി. ഇപ്പം എന്താ, MLAക്ക് ഈ 6 കോടി കൂടാതെ പ്ലാൻ ഫണ്ടുണ്ട്, കിഫ്ബി ഉണ്ട്, നബാർഡുണ്ട്, കാസർഗോഡ് പാക്കേജ് ഉണ്ട്. MPക്ക് ഇതൊന്നുമില്ല. അപ്പോൾ ഈ MP ഫണ്ട് എന്ന് പറയുന്ന അല്ലാതെ മറ്റൊരു ഫണ്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്ന ഈ തുകയാണ് ഇപ്പോൾ 696 കോടി രൂപ. അത് പല പ്രോജക്റ്റുകൾക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കാസർഗോട്ട് 6727 എൻഡോസൾഫാൻ വിക്ടിംസ് ഉണ്ട്. അവരോട് നീതി പുലർത്തിയിട്ടില്ല ഈ സംസ്ഥാന ഗവൺമെൻറ്. അവർക്ക് നീതി കൊടുക്കണം. അവർക്ക് ഒരു പുനരധിവാസ പാക്കേജ് വേണം, അവർക്ക് ചികിത്സ വേണം, അവർക്ക് ഡോക്ടർമാർ വേണം, അവർക്ക് മരുന്ന് വേണം, അവർക്ക് പെൻഷൻ വേണം. ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഒരുക്കിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. പിന്നെ എൻഡോസൾഫാനെ എന്നേക്കുമായി തുരത്താനാണ് കേരള ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതിനാണല്ലോ ഒരു 9 അംഗ സമിതിയെ വെച്ചത്. ആ സമിതി എന്താ കണ്ടെത്തിയത്? ഇവിടെ വന്ന് മണ്ണ് പരിശോധിച്ചില്ല, ജലം പരിശോധിച്ചില്ല, രക്തം പരിശോധിച്ചില്ല, ഗർഭിണികളുടെ രക്തം പരിശോധിച്ചില്ല. അതൊന്നും പരിശോധിക്കാൻ പറഞ്ഞു. 2005 എൻഡോസൾഫാൻ നിരോധിച്ചു. അതിൻ്റെ എഫക്റ്റ് 6 കൊല്ലമേ ഉള്ളൂ. 2011 ശേഷം ജനിച്ച ആരും എൻഡോസൾഫാൻ്റെ വിക്ടിം അല്ല എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി അവരെ തൂത്തെറിയാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷേ അതൊരിക്കലും നമ്മൾ അംഗീകരിക്കത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സ വേണം, മരുന്ന് വേണം, മെഡിക്കൽ ക്യാമ്പ് നടത്തണം, കൂടുതൽ ആളുകളെ കണ്ടെത്തണം, ലിസ്റ്റിൽപ്പെടുത്തണം. ഇപ്പം തന്നെ 1031 എണ്ണം പെടുത്തിയിട്ടില്ല, അത് പെടുത്തണം. ഇതിനൊക്കെ ശക്തമായ പോരാട്ടം നടത്തുന്നതോടൊപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ കിനാലൂരിൽ വേണം ഈ എയിംസ് എന്ന് പറയുന്നു. അവിടെ 200 ഏക്കർ കൊടുക്കണം, 160 ഉള്ളൂ. പക്ഷേ അവിടെ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഉണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 7 8 ഉണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രി അവിടെ പിടിവാശി പിടിക്കുക. ഇവിടെയാണ് വേണ്ടത്. എൻഡോസൾഫാൻ ദുരിതമുണ്ട്. ഇവിടെ അന്താരാഷ്ട്ര ഗവേഷണം നടക്കണം, പഠനം നടക്കണം, ചികിത്സ വേണം. അതിന് ദക്ഷിണ കന്നഡം, വയനാട്, കണ്ണൂർ, കുടക് ഇതെല്ലാം ഈ കാസർഗോട്ട് എയിംസ് വന്ന. അപ്പോൾ എയിംസ് എൻ്റെ ഒരു സ്വപ്നമാണ്. അത് കൊണ്ടുവരാൻ അവസാനം വരെ ഞാൻ പോരാടും. ഗവൺമെൻറ്റാണ് ശുപാർശ കൊടുക്കണ്ടേ. കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ ഞാൻ പോരാട്ടം തുടരും. പിന്നൊരു കാര്യം, മുൻ MP P കരുണാകരന് അയാളുടെ ആ കാലഘട്ടത്തിലെ വികസന കാര്യങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അയാളോടല്ലേ ചോദിക്കുന്നത്, എന്നോടാന്ന്. നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? P കരുണാകരൻ ഇവിടെ MP ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്. യു ആർ തറലി മിസ്റ്റേക്കൺ. നിങ്ങൾ ചോദിക്കേണ്ട അദ്ദേഹത്തോടാ. പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു MP ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത് ഈ 10-15 കൊല്ലക്കാലം ഇങ്ങനെയും ഒരു MP ഇവിടെ ഉണ്ടായിരുന്നു. കാര്യം 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ബോധോദയം ഉണ്ടായത്. പുള്ളി MP ആയിരുന്ന കാലത്തെക്കുറിച്ചും പുള്ളി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴാണ് പുള്ളി പറയുന്നത്. പുള്ളി MP ആയിരുന്ന കാലത്തല്ലേ ജനങ്ങളോട് പറയേണ്ടത്. അത് പുള്ളി പറഞ്ഞില്ലല്ലോ. ഞാൻ MP ആയി എൻ്റെ കാലാവധി പൂർത്തിയാക്കിയപ്പോഴാണ് പുള്ളിക്ക് ഓർമ്മ വരുന്നത്. എന്താ പുള്ളിക്ക് എന്താ അൾഷൈമേഴ്സ് വല്ലതും ഉണ്ടോ? എന്തേ ഇത്ര കാലം പുള്ളി ഇതൊന്നും പറഞ്ഞില്ല? ഇപ്പോഴാണ് കാസർഗോട്ടെ ജനങ്ങൾക്ക് മനസ്സിലായത് രാജ്മോഹൻ ഉണ്ണിത്താന് മുമ്പും ഇവിടെ ഇങ്ങനെ ഒരു MP ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം വിജയിച്ചു. ഒരു സംസാരമുണ്ട്, ഉണ്ണിത്താന് എല്ലാ ജനങ്ങളെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എല്ലാവരും അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോട്ട് MP ആയിരിക്കുമ്പോൾ ഞാൻ ആരോടും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. ഏത് രാഷ്ട്രീയക്കാരും എന്നെ ഞാൻ പറഞ്ഞല്ലോ, കാസർഗോട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാം. എല്ലാവരോടും ഞാൻ വോട്ട് ചോദിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് കൂടുമ്പോൾ ഞാൻ അവിടെ പോവും, പാർലമെന്ററി കമ്മിറ്റികൾ നടക്കുമ്പോൾ അവിടെ പോവും. തിരിച്ചിവിടെയാണ് വരുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് പോകാറില്ല, കൊല്ലത്ത് പോകാറില്ല. ഞാൻ 5 കൊല്ലം ഇവിടെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയാണ്. അവരുടെ കുടുംബത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും ഞാൻ പോവും. കല്യാണം, മരണം,
അത് സുഖമാണേ സുഖം, ദുഃഖമാണ്. ഞാൻ അവരിൽ ഒരാളാണ്. മാത്രമല്ല ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, ഉറൂസുകൾ, പള്ളിപ്പെരുന്നാളുകൾ എല്ലാത്തിലും എൻ്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ സ്കൂൾ കലോത്സവം നടന്നു, ഞാൻ ത്രൂ ഔട്ടുണ്ട്. സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുന്നു, അവിടെ ഞാനുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും പരിപാടി ഞാനുണ്ട്. ചുക്കു ചേരാത്ത കഷായമില്ലെന്ന് പറയുന്ന പോലെ ഉണ്ണിത്താൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇവിടെ ഇല്ല. അതുകൊണ്ട് പലർക്കും ഇഷ്ടം തോന്നി എന്നെ ഉണ്ണിച്ചാന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും. അഥവാ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ കാസർഗോഡ് എല്ലാ പരിപാടിയിലും താങ്കൾ നിറസാന്നിധ്യമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തോറ്റാലും ജയിച്ചാലും കാസർഗോട്ടുകാരനായിട്ട് തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ല, താങ്കളുടെ ചോദ്യത്തിനകത്തൊരു ചെറിയ കുത്തുണ്ട്. തോറ്റാലും ജയിച്ചാലും നിങ്ങളോട് ആര് പറഞ്ഞു തോക്കൂന്ന്? ഞാൻ പറയുന്നു, ഇവിടുത്തെ ജനങ്ങളുടെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, കാസർഗോഡ് MP ആയി ഞാൻ തുടരും. അതെന്തുകൊണ്ടാണ് പറയുന്നത്? എനിക്ക് അത്ര കണ്ട ആത്മവിശ്വാസമുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ പാടിയിട്ടുണ്ട്, ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും. ഈ നാട്ടുകാർ കൊന്നപ്പൂ പോലെ പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ്. അവരുടെ പളുങ്ക് പാത്രം പോലെ പവിത്രമാണ് അവരുടെ മനസ്സ്. ആ മനസ്സ് ഞാൻ കാണുന്നു. അവർ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം അവർ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം എനിക്കൊരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് ആ ജനങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, ഞാൻ ഒരു ടൈമും കൂടെ ഇവിടെ MP ആയി തുടരും. തുടരാൻ അവരനുവദിക്കും. അതാണ് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. സകല സ്ഥലത്തു നിന്നും എനിക്ക് അനുകൂലമായൊരു വികാരമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും എന്നെ എതിർക്കുന്ന ആളുകൾ, ഇവിടെ ജനിച്ചു വളർന്നു എന്ന് പറയുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും പോയി പേര് പറഞ്ഞ് പരിചയപ്പെടേണ്ട ഗതികേടാ. എനിക്കെന്തായാലും ആ ഗതികേടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമാണ് എന്നെ കണ്ടിട്ടുള്ളത്. ഞാൻ 20 മലയാള സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി, മമ്മൂട്ടിയാണ്. സുരേഷ് ഗോപി ഞാനുമായിട്ട്, മമ്മൂട്ടിയുടെ ബൽറാം വേഴ്സസ് താരാദാസ്, അതിൽ താരാദാസിന്റെ സുഹൃത്താണ് ഞാൻ. ഡബിൾ റോളാ മമ്മൂട്ടി. സുരേഷ് ഗോപിയോട് സ്മാർട്ട് സിറ്റി, കാഞ്ചീപുരത്തെ കല്യാണം, കന്യാകുമാരി എക്സ്പ്രസ്, അങ്ങനെ ഒരുപാട് പടം. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് തന്നെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, കൊച്ചു കുട്ടികൾക്ക് പോലും എന്നെ അറിയാം. അത് മാത്രമല്ല, ഞാൻ അന്ന് പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു, ഒരുപക്ഷെ എൻ്റെ മരണം ഈ മണ്ഡലത്തിലായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും വോട്ടവകാശം ഇങ്ങോട്ട് മാറ്റി. ജീവിതത്തിൽ ആദ്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യുന്നു. എനിക്ക് വോട്ട് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്, എൻ്റെ ഭാര്യയുടെ വോട്ട് എനിക്ക്. അപ്പം 2 വോട്ട് ഉറപ്പാണല്ലോ. ആലോചിച്ച് നോക്കേ. അല്ലെങ്കിൽ ആ 2 വോട്ട് നഷ്ടപ്പെടും. എൻ്റെ വോട്ട് കൊല്ലത്താണ്, പ്രേമേന്ദ്രനാണ്. എനിക്കിവിടുന്ന് അവിടെ പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല, ഭാര്യയ്ക്കും പറ്റില്ല. ആ വോട്ട് ജനപ്രാതിനിധ്യത്തിൽ വോട്ടിൻ്റെ വില അറിയാവുന്നതുകൊണ്ടാണ് ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. പിന്നെ ഒരു കാര്യം, ഇപ്പോ LDFന്റെ കുത്തകമാണ് ഈ കാഞ്ഞങ്ങാട്, നീലേശ്വര, ആ ഭാഗങ്ങളിൽ, തൃക്കരിപ്പൂർ. അപ്പൊ അവിടുന്നൊക്കെ മുൻ ഇലക്ഷനിൽ എത്രയോ വോട്ടുകൾ ഉണ്ണിത്താനെ മറിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? സത്യമല്ല? അപ്പൊ ഇപ്രാവശ്യം അതേപോലെ CPMന്റെ കോട്ടയിൽ നിന്ന് വോട്ട് മറിയാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനല്ല ഇതിനെ കാണുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ ഹിന്ദു വിശ്വാസികളെ സ്നേഹിച്ചിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചിങ്ങോട്ടും എനിക്ക് സ്നേഹം തരുന്നുണ്ട്. അപ്പോൾ അവരാരും എന്നോട് രാഷ്ട്രീയം പറയുന്നില്ല. അവരുടെ ജീവിതത്തിൽ 35 വർഷക്കാലം പരീക്ഷണം നടത്തി നിരന്തരമായ ഒരു പാർട്ടിയുടെ MP-യെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ആ തെറ്റവർ തിരുത്തിയിട്ട് ഒരു MP അവർ ജയിപ്പിച്ചു. ഇപ്പോൾ MP എന്താണെന്ന് അവർ മനസ്സിലാക്കി, MP-യുടെ സാന്നിധ്യം മനസ്സിലാക്കി. ഇനി MP-യെ അവർ വിടത്തില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരും വിടത്തില്ല, ആരും വിടത്തില്ല. കാര്യം അവർക്ക് അവരുടെ പാർട്ടിയുടെ MP-യേക്കാൾ സ്വാതന്ത്ര്യം എന്നോടാണ്. അതൊരിക്കലും അവർക്ക് വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് അവരെല്ലാം സ്നേഹനിധികളാണ്. ജനങ്ങളുടെ സ്നേഹം. ആ ജനങ്ങളിൽ നിങ്ങൾ ഈ പറയുന്നത് കോൺഗ്രസും ലീഗും UDF-ഉം മാത്രമല്ല, അതിനകത്ത് ഇടതുപക്ഷത്ത് ഒരുപാട് ആളുകൾ വരും, ഈ BJP-യെ സ്നേഹിക്കുന്ന ആളുകളും വരും. അവരൊക്കെ ഒരു MP-യുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. മിഞ്ഞാന്ന് ഒരു ഇന്റർവ്യൂവില് അശ്വനി, ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി, പറയുകയുണ്ടായി, ഉണ്ണിത്താനിന് BJP-യിൽ നിന്നും ഒരു വോട്ട് പോലും പോവുകയില്ല ഇപ്രാവശ്യം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഇപ്പം ഈ അശ്വനി ആരാന്ന് ജനങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അശ്വനി പറഞ്ഞു. ആരാ ഈ അശ്വനി? ജനങ്ങൾക്കറിയത്തില്ലല്ലോ. അവരവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ തെരഞ്ഞെടുപ്പിനെ എത്ര വില കുറച്ച് അവർ കണ്ടെന്നുള്ളതിന് തെളിവല്ലേ? ഇവിടെ മത്സരിക്കുന്ന ഞാൻ ആദ്യം ധരിച്ചു K. സുരേന്ദ്രൻ, പിന്നെ ഞാൻ വിചാരിച്ചു PK. കൃഷ്ണദാസ്, പിന്നെ ഞാൻ വിചാരിച്ചു
പിന്നെ ഏറ്റവും കഴിഞ്ഞ തവണ എനിക്കെതിരെ മത്സരിച്ച ഒരാളുണ്ടല്ലോ, രവീശ് ചന്ദ്രി കുണ്ടാർ. പിന്നെ വേറെ മത്സരിച്ച ആളുണ്ടല്ലോ, ശ്രീകാന്ത്. എടാ, ഒന്നീ സംസ്ഥാന ഭാരവാഹികൾ, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ സംസ്ഥാന ഉന്നതന്മാരായ ആളുകളെയല്ലേ എല്ലാ സ്ഥലത്തും നിർത്തിയിരിക്കുന്നത്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പിടിച്ച് പാർലമെൻറ്റിൽ നിർത്തിയപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ടല്ലോ, അതുകൊണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ചില അവിശുദ്ധ ബന്ധം ഇല്ലേ, ചില അവിഹിത ബന്ധം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തണ്ടേ? ആ നിർത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് ഈ കാസർഗോഡിനെ കുറിച്ച് എന്തറിയാം? എടാ, 5 വർഷം MP ആയിരുന്ന എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ബ്ലോക്ക്, പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിൻപുറത്ത് എലി സാർവഭൗമൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കേട്ടിയിലെയോ കിഞ്ചന വർത്തമാനം. ഇതൊരു കിഞ്ചന വർത്തമാനമാണ്. അവരൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അവരുടെ സാമ്രാജ്യം ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് വിട്ട് ആളുകളെ പരിചയപ്പെടാൻ വരുമ്പോൾ അവർക്കറിയില്ലല്ലോ ഒരു MP ആരാണ്, MPയുടെ സ്വാധീനം എന്താണ്, MP ഇവിടുത്തെ ഈ മണ്ഡലത്തിൽ എങ്ങനെ നിൽക്കുന്നു. അവർക്ക് അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ബ്ലോക്കിലെ കാര്യം ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും. ഇന്നലെ വരെ സ്ഥാനാർത്ഥിയാകുന്നവരെ ഈ ജില്ലയുമായോ ജനങ്ങളുമായോ ഒരു ബന്ധമില്ലാത്ത ഒരാൾ കയറി അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ അതിനൊന്നും ഞാൻ അഭിപ്രായം പറയേണ്ട, മറുപടി പറയേണ്ട ആളല്ല. പിന്നൊരു കാര്യം, കാസർഗോഡ് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ പറ്റിയ ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ് നിലവിലെ സംസാരം. അപ്പോൾ കാസർഗോഡ് ജനങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാസർഗോഡ് ജനങ്ങളോട് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് ക്യാമറ നോക്കി പറയാൻ പറ്റും? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ വരുമ്പോൾ ഞാൻ വരുത്തനാണെന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണുമെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ പോകണമെന്നുമാണ് എൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തിവിട്ടത്. പക്ഷേ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു, ഞാൻ ജയിച്ചാൽ 5 കൊല്ലക്കാലം നിങ്ങളോടൊപ്പം ഈ മണ്ണിൽ ജീവിക്കും, ഈ ഭൂമിക വിട്ട് ഒരിടത്തും പോവില്ല. ഞാൻ ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചു. ഇനി ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടി എന്നെ ജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തും പോവില്ല. നിങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റ് അകത്തും പുറത്തും നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റിൽ ആശാ വർക്കർമാർക്ക് വേണ്ടി, അതുപോലെ പിന്നെ അംഗൻവാടി ടീച്ചേഴ്സിന് വേണ്ടി, കുടുംബശ്രീക്ക് വേണ്ടി, ഖാദി വർക്കേഴ്സിന് വേണ്ടി, അതുപോലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഒരുപാട് പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഈ തുളു ഭാഷയെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കൊണ്ടുവരാൻ, ഓൺ റാങ്ക് ഓൺ പെൻഷൻ പട്ടാളക്കാർക്ക് കൊടുക്കാൻ, അങ്ങനെ എത്രയെത്ര പ്രമേയങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. എല്ലാം സാധാരണക്കാർക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി. പട്ടിണി പാവങ്ങളുടെ വികാരം, അതുപോലെ എൻഡോസൾഫാൻ, എയിംസ്, എത്രയെത്ര വിഷയങ്ങൾ. ബെൽ EML, അത് കേരള ഗവൺമെൻറ്റിന് 51% ഷെയർ ചെയ്യാൻ തിരിച്ചു വാങ്ങിച്ചു കൊടുത്ത് എൻ്റെ മിടുക്കാണ്. അങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണ്. ഇനി കാസർഗോഡുകാരുടെ പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഖരിതമാക്കാൻ എനിക്ക് കഴിയും. മാത്രമല്ല, ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ ശക്തമായി പോരാടും. ഇനിയുള്ള എൻ്റെ ജീവിതം പാർലമെൻറ്റിനകത്തും പുറത്തും കാസർഗോട്ടുകാർക്ക് വേണ്ടിയായിരിക്കും. മണിപ്പൂരിൽ കുക്കി ക്രിസ്ത്യാനികളെ വേട്ടയാടിയപ്പോൾ ഞാൻ 24 മണിക്കൂർ കാസർഗോട്ട് ഉപവാസ സമരം നടത്തി. ഏകീകൃതമായ സിവിൽ കോഡിനെതിരെ ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച് 2 തരം പൗരന്മാരെ കൊണ്ടുവന്ന് CAA സിറ്റിസൺ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതിനെതിരെ, പൗരത്വ നിയമം ഭേദഗതി ചെയ്തതിനെതിരെ ആ ബില്ല് വലിച്ചെറിഞ്ഞ്, സ്പീക്കറുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് സസ്പെൻഷൻ അടിച്ചു വാങ്ങിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പൗരത്വ നിയമം നടപ്പിലാക്കാൻ ആര് ശ്രമിച്ചാലും അവസാന ശ്വാസം വരെ എതിർക്കും. ഏകീകൃതമായ സിവിൽ കോഡിനെ എതിർക്കും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു മാതൃകാസ്ഥാനമായി കാസർഗോഡിനെ മാറ്റി എല്ലാവരും ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയണം. ഞാൻ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താന് എത്രത്തോളം ഭൂരിപക്ഷം നേടാൻ പറ്റും? കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത് 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. എന്തായാലും അതിലൊരു വോട്ട് പോലും കുറയില്ല, കൂടത്തേ ഉള്ളൂ. ആ കൂടുന്ന ഭൂരിപക്ഷം എത്രയാണെന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ മതി, ഇപ്പോൾ പറയണ്ട. പിന്നെ ഇപ്പോൾ കേരളം നെട്ടലോടെയാണ് ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ഉള്ളത്, റിയാസ് മൗലവി വിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ നീതി നിഷേധം
അത് ഒരു വല്ലാത്തൊരു കാസർഗോഡ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു വിധി വന്ന ആ സാഹചര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വിധി ആയിരുന്നോ വരേണ്ടത്? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അങ്ങനെ ഒരു വിധി അല്ലല്ലോ കാസർഗോഡ് ആളുകൾ പ്രതീക്ഷിച്ചത്. അതെ, റിയാസ് മൗലവി ചൂരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തെ വെട്ടി നുറുക്കിയത്. ഇപ്പോൾ എന്താ കോടതിയുടെ വിധി വന്ന് പ്രതികളെ വെറുതെ വിട്ടു? എന്താ വെറുതെ വിടാൻ കോടതി പറഞ്ഞ കാരണം? ഈ അന്വേഷണം വളരെ സീരിയസ് ആയി കേരള ഗവൺമെൻറ് ഏറ്റെടുത്തില്ല. ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലല്ല, കേരളത്തിലാണ്. ഉത്തർപ്രദേശിലാണെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ എന്ത് നടക്കും? ഇത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് 2017 റിയാസ് മൗലവിയെ ദാരുണമായി കൊല ചെയ്തത്. ആ കൊലപാതകത്തിൻ്റെ അന്വേഷണം നടന്ന പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി എന്താ കണ്ടെത്തിയത്? കോടതി എന്താ പറഞ്ഞത്? ആ പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കേസ് വേണ്ടത്ര ഗൗരവത്തിൽ അന്വേഷിച്ചില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. എന്താ വിധി? വിധി എന്ന് പറയുന്നത് മോട്ടീവ്, ഓരോ കേസിൻ്റെയും മോട്ടീവ് എന്താണെന്ന് അന്വേഷിക്കണം. ആ മോട്ടീവാണ് പ്രൂവ് ചെയ്യേണ്ടത്. പോലീസിൻ്റെ FIRൽ മോട്ടീവ് പറഞ്ഞിട്ടില്ല. മോട്ടീവ് പറയാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. മോട്ടീവ് കണ്ടേ? എന്തിനാണ്? ഈ റിയാസ് മൗലവിയും കൊലപാതകയും തമ്മിൽ പൂർവ്വ വൈരാഗ്യമില്ല, അവർ തമ്മിൽ ശത്രുക്കളല്ല, ഒരു ശത്രുതയുമില്ലാത്ത, പൂർവ്വ വൈരാഗ്യമില്ലാത്ത ഈ മൗലവി എന്തിനാണ് ഇവർ കൊന്നത്? അപ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടപ്പിലാക്കണമെങ്കിൽ ഒരു കോൺസ്പിറസി ഉണ്ട്. അതാരാ നടത്തിയത്? അതാണ് മോട്ടീവ്. ആ മോട്ടീവ് അന്വേഷണത്തിൽ പോലീസ് കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ പോലീസിന് താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്തതുകൊണ്ട് മോട്ടീവ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് പ്രോസിക്യൂഷനും പോലീസും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആരാ? പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, ഗവൺമെൻറ് അല്ലേ, അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു പോലീസും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇവിടെ കല്യോട്ട് 2 കുഞ്ഞുങ്ങളെ കൊന്നല്ലോ. ആ കേസ് CBIക്ക് വിടാതിരിക്കാൻ 2 കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ ഒരു മുഖ്യമന്ത്രിയെ കേരളം ഭരിക്കുന്നത്. അദ്ദേഹം ഈ കേസ് CBIക്ക് വിടാതിരിക്കാൻ കേരളത്തിൽ എത്രയോ വക്കീലന്മാരെ തീറ്റിപ്പോറ്റുന്നു ഈ ഗവൺമെൻറ്, ശമ്പളം കൊടുക്കുന്നു ഈ ഗവൺമെൻറ്. എന്നിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് BJPയുടെ പഴയ കാലത്തെ വക്കീലന്മാരെ കൊണ്ടുവന്ന് ആ കേസ് വാദിച്ച് തോറ്റു. അപ്പോൾ ആ കേസ് CBIക്ക് വിടാതിരിക്കാൻ കോടികൾ ചെലവാക്കിയ ഈ മുഖ്യമന്ത്രി എന്തേ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് നല്ല പ്രോസിക്യൂട്ടർമാരെ വെച്ചില്ല? ഡൽഹിയിൽ നിന്ന് കാശ് കൊടുത്ത് കൊണ്ടുവരാമല്ലോ. കൊലപാതകികളെ രക്ഷിക്കാൻ കോടികൾ ചെലവാക്കിയ മുഖ്യമന്ത്രി ഒരു കൊലപാതകികളെ ശിക്ഷിക്കാൻ എന്തേ പൈസ ചെലവാക്കിയില്ല? അപ്പം അവർക്ക് താല്പര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ചില അവിഹിത ബന്ധങ്ങളുണ്ട്. ആ അവിഹിത ബന്ധങ്ങളാണ് പുറത്തു വന്നത്. പ്രതികൾ രക്ഷപ്പെട്ടു. അതിന് തിരിച്ച് പ്രത്യുപകാരമുണ്ട്. 38 പ്രാവശ്യം ലാവലിൻ കേസ് CBI മാറ്റിവെച്ചു കൊടുത്തു കേന്ദ്രം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതാ നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഇലക്ഷൻ, വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ റിയാസ് മൗലവി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് വോട്ടുകൾ UDFന് മറിയാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള സംസാരം. ഈ ഒരു കാരണം LDFന് പറ്റിയ വീഴ്ചയാണ്, പോലീസിന് പറ്റിയ വീഴ്ചയാണെന്നൊക്കെയാണ് പൊതുവെ മാധ്യമത്തിലൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരയ്ക്ക് നീതി കിട്ടണം, റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി കിട്ടണം. ആ നീതി കിട്ടിയിട്ടില്ല. വേട്ടക്കാർക്കാണ് നീതി കിട്ടിയത്, ഇരയ്ക്കല്ല. അപ്പം ഇവിടെ കേരള ഗവൺമെൻറ് ഇരയോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ? ഇരയ്ക്ക് നീതി കിട്ടിയില്ല. അവർ തൂക്കിക്കൊല്ലുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വെറുതെ വിട്ടു. അപ്പോൾ സ്വാഭാവികമായി ഇരകളുടെ കുടുംബത്തിന് നീതി കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. ആ നീതി കൊടുക്കാൻ പരാജയപ്പെട്ടു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വേട്ടക്കാരോടൊപ്പം നിന്നു. അതാണ് നമ്മുടെ സങ്കടം. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. നമ്മൾ ഇരയോടൊപ്പം നിൽക്കുന്നു, മരിക്കുന്നവരെ ഇരയെ വിട്ട് നമ്മളൊന്നും ചെയ്യില്ല. അപ്പം റിയാസ് മൗലവിയുടെ കുടുംബത്തോടൊപ്പമാണ്. അത് ഈ കൊലപാതകം കാസർഗോഡ് അവസാനത്തെ കൊലപാതകമായിരിക്കണം. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം, അക്രമത്തിൻ്റെ രാഷ്ട്രീയം, കഠാരയുടെ രാഷ്ട്രീയം, കൊലപാതകത്തിൻ്റെ രാഷ്ട്രീയം ഈ മണ്ണിൽ വേണ്ട. ഈ മണ്ണിലെ ജനങ്ങൾ സമാധാന പ്രേമികളാണ്. അതുകൊണ്ട്
ഇനി ഒരു കൊല ഈ മണ്ണിൽ നടക്കാതിരിക്കണമെങ്കിൽ ഇത്തരം കൊല നടത്തുന്ന ആളുകളെ ശിക്ഷിക്കണം. അവരെ വെറുതെ വിട്ടാൽ ഒരു മെസ്സേജ് പോകും, ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. റിയാസ് മൗലവിന്റെ കൂടെ UDF ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയറാക്കി. ഇതിനെ സംബന്ധിച്ച് UDFിൻ്റെ സ്റ്റാൻഡ് UDF നേതാവായ VD സൈജൻ ക്ലിയറാക്കി. എന്നിട്ടും നിങ്ങൾക്ക് സംശയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? UDFിൻ്റെ സ്റ്റാൻഡ് മുഴുവൻ UDF നേതാക്കന്മാർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്രാവശ്യം കേരള പാർലമെന്റിൽ എത്ര സീറ്റ് കിട്ടും UDFിന്? ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. മനസ്സിലായില്ലോ? ആലപ്പുഴ. അവിടുത്തെ KC വേണുപോലാണ് മത്സരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ റിസൾട്ട് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ 20-20 പറഞ്ഞു, 19-1 ഒരാൾ കൂറുമാറി അപ്പുറത്ത് പോയി, അതുകൊണ്ട് 18-2. ഇപ്പം ഞങ്ങൾ 20-20 വേണ്ടി പിടിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയം ഞങ്ങൾക്ക് അനുകൂലമാണ്, ദേശീയ രാഷ്ട്രീയം ഞങ്ങൾക്ക് അനുകൂലമാണ്. കേരളത്തിലെ ഗവൺമെൻറ് പാപ്പരായി കഴിഞ്ഞു. കാലണയ്ക്ക് പോക്കില്ലാത്തൊരു ഗവൺമെൻറ്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, റേഷൻ കടയിലൊക്കെ കണ്ടില്ലേ ക്യൂ, മാവേലി സ്റ്റോറിലൊന്നുമില്ല, എല്ലാം വിത്തെടുത്ത് കുത്തി തിന്നുക. ഇപ്പം വിത്തെന്ന് വെച്ചാൽ ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്നതാണ് വിത്ത്, അതെടുത്ത് കുത്തി തിന്നുക ഇപ്പം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്. കേന്ദ്രത്തെക്കുറിച്ചും അവർക്കറിയാം. കാര്യം ഇതൊരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ 80% ഹിന്ദുക്കളുണ്ട്. അവർക്കുള്ള എല്ലാ അവകാശങ്ങളും മുസൽമാനും ക്രിസ്ത്യാനിക്കും പാർസിക്കും ബൗദ്ധനും ജൈനനും സിഖുകാരനും ഉണ്ട്. ഭരണഘടന മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ആ ഭരണഘടന അനസ്യൂതം അഭംഗുരം നിലനിൽക്കണം. അത് നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണം. ആ ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ട്. കാര്യം ഇന്ത്യയിലെ 200-അധികം സീറ്റുകളിൽ കൈപ്പത്തിയും അതുപോലെ തന്നെ താമരയും തമ്മിലാണ് മത്സരം. ഇന്ത്യയിൽ ഒരൊറ്റ സീറ്റിൽ താമരയും അരിവാൾ ചുറ്റിക നക്ഷത്രം മത്സരിക്കുന്നത് കാണിച്ചു തരാമോ? പിന്നെ ഇവരെങ്ങനെ BJPയെ തളയ്ക്കുന്നേ? അപ്പം ഇവർ വെറുതെ പറയുകയാണ്. ആനയെ വേളി കഴിക്കണമെന്ന് അണ്ണാൻ ആഗ്രഹം തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയുള്ള ഇവരുടെ ആഗ്രഹം. വേറെ ഇപ്പോ ഈ വരാനിരിക്കുന്ന ഇലക്ഷനിലെ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാ അതിനെ? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാനുള്ള ശ്രമം നടക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യത്തിലൂടെ അട്ടിമറിക്കുന്നു. അതുപോലെ തന്നെ മതേതരത്വം തകരുന്നു. പൗരത്വ നിയമം വന്നതോടുകൂടി 2 തരം പൗരന്മാർ വരുന്നു. ഏകീകൃതമായ സിവിൽ കോഡ് വരുമ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തകരുന്നു. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം ഭരണഘടന നിലനിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഭരണഘടന ആരാണോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അവർ പോകണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരും. ഇന്ത്യയിൽ 36% വോട്ട് കൊണ്ടാണ് 10 കൊല്ലം ഇവർ രാജ്യം ഭരിക്കുന്നത്. ബാക്കി വോട്ട് പുറത്ത് കിടക്കുകയാണ്. അത് വിഘടിതമാണ്, ഛിന്ന ഭിന്നമാണ്. അതിനെ ക്രോഡീകരിക്കാനുള്ള സംയോജിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ ശ്രമം ഫലപ്രാപ്തിയിലേക്കാണ് നീങ്ങുന്നത്. സർക്കാർ ED ഉപയോഗിച്ച്, അതുപോലെ തന്നെ IT ഉപയോഗിച്ച്, NIA ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതികൂല ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമായി. മുഖ്യമന്ത്രിമാരെ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടക്കുകയാണ്. ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് ഭരണം കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരാണ്. ഇതിനെ ചെറുക്കാൻ കഴിയുന്ന ശക്തി ആരാണെന്ന് അവർക്കറിയാം. പിന്നൊരു കാര്യം, ഇന്ത്യ സഖ്യം ഭരണത്തിൽ വന്നാൽ ഒരു സഹമന്ത്രിയായി ഉണ്ണിത്താനെ പ്രതീക്ഷിക്കാമോ? അതൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, ഇതൊക്കെ ഹൈപ്പത്തറ്റിക്കലാണ്. കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയം ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. കാര്യം ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് പ്രസക്തിയേ ഇല്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. MP ആയാലും ഇല്ലെങ്കിലും ഒന്നും ആയില്ലെങ്കിലും മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരനായി തുടരും. അതല്ലല്ലോ, പാർട്ടി പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാസർഗോഡ് വന്ന് മത്സരിക്കുന്നത് അല്ലേ? അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അത് മരിക്കുന്നവരെ ഞാൻ ശിരസ വഹിക്കും. അതെന്ത് ജോലി പാർട്ടി ചെയ്യാൻ പറയുന്നോ അത് ചെയ്യും.